അറിവ് എന്ന് പറയുന്നത് വളരെ മഹത്കരമായൊരു കാര്യമാണ് ജീവിതത്തിൽ. നമ്മൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ആത്മീയ ഉന്നതികളും ഉണ്ടാകണമെങ്കിൽ അറിവ് കൂടിയേ തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പല മഹാഗുരുക്കന്മാരും അറിവിന് ഇത്രത്തോളം പ്രാധാന്യം നൽകിയതും പലതരത്തിലുള്ള ഭക്തരിലൂടെയും ശിഷ്യന്മാരിലൂടെയും ഇതെല്ലാം പ്രചരിപ്പിച്ചതും. ഇത് പ്രചരിപ്പിക്കുന്നതിലൂടെ ശരിയായ അറിവ് ആളുകളിലേക്ക് എത്തുകയും അതിലൂടെ ആളുകൾക്ക് ആത്മീയമായ ഉന്നതി സംഭവിക്കുകയും ശരിയായ തിരിച്ചറിവിലൂടെ ഭഗവാനെ വീക്ഷിക്കാനുള്ള ഒരു കരുത്തുണ്ടാകും എന്നാണ് പല ഗുരുക്കന്മാരും വിചാരിച്ചിരുന്നത്. അതുതന്നെയാണ് സംഭവിച്ചതും. ശരിയായ ഭക്തിയെ തിരിച്ചറിവ്, കിട്ടുന്ന അറിവിനെ തിരിച്ചറിവാക്കി മാറ്റാൻ സാധിക്കുന്നവർ ലോകത്തുണ്ട്. അവർ ലോകത്തെ മാറ്റും. പക്ഷേ കിട്ടുന്ന അറിവിലൂടെ അഹന്ത കൊണ്ട് അഹങ്കാരികളായി തീരുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർ അഹന്ത മൂലം തന്നെ മറന്നുകൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. അതായത് അറിവ് കൂടുന്തോറും ദൈവത്തിൽ നിന്നും അകലുന്നു. ദൈവത്തെക്കുറിച്ച് പഠിക്കും തോറും അറിയും തോറും അഹന്ത കൂടുന്നു. അതിനോടൊപ്പം ദൈവവുമായിട്ട് അകന്നും പോകുന്നു. ഇതിന് കാരണം എന്തായിരിക്കും? അതായത് ഒരാൾക്ക് അറിവ് ലഭിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവും. എനിക്കൊരുപാട് അറിവുണ്ട്, എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം, ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാകാം, അതുകൊണ്ടാണ് എനിക്ക് അറിവുണ്ടായത്. അല്ലെങ്കിൽ ഒരുപാട് അറിവുണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു സംഘർഷം. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടോ? ഞാൻ പോകുന്ന സമ്പ്രദായത്തിന് ശക്തിയുണ്ടോ? നമ്മൾക്കറിയാം, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള തത്വചിന്തകളും പലതരത്തിലുള്ള ആത്മീയ അന്വേഷികളായിട്ടുള്ള ആളുകളുടെ മാർഗവും കൂടിച്ചേരുന്ന മഹാസമുദ്രമാണ്. അതിൽ തന്ത്രമുണ്ട്, വേദമുണ്ട്, പുരാണമുണ്ട്, പലതരത്തിലുള്ള ആത്മീയ മാർഗങ്ങളും ഒത്തുചേരുന്ന ഒരു മഹാസമുദ്രമാണ് സനാതനധർമ്മം എന്നുള്ളത്. അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരിക്കലും ഒരു വ്യക്തിക്കും സാധിക്കില്ല. എങ്കിൽ കുറച്ചൊക്കെ അറിയുമ്പോൾ തന്നെ ഞാൻ പോകുന്ന മാർഗം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. അതായത് ഞാൻ ചെയ്യുന്ന സാധനാമാർഗങ്ങൾ ശരിയാണോ, മറ്റേയാൾ ചെയ്യുന്നതാണോ ശരി, ഞാൻ ചെയ്യുന്ന സാധനാമാർഗങ്ങൾക്ക് ശക്തിയുണ്ടോ, ഞാൻ വിളിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടോ, ഞാൻ വിളിക്കുന്ന രൂപത്തിന് ശക്തിയുണ്ടോ, ഈ ദേവൻ്റെ ഏത് രൂപമാണ് ഞാൻ വിളിക്കേണ്ടത്? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കൺഫ്യൂഷനും വരാൻ കാരണം കൂടുതൽ അറിവുള്ളത് കൊണ്ടാണ്. കൂടുതൽ അറിയുമ്പോൾ നമ്മൾ ഭഗവാന്റെ തന്നെ പലതരത്തിലുള്ള രൂപങ്ങളെക്കുറിച്ച് പഠിക്കും, പലതരത്തിലുള്ള ശക്തികളെക്കുറിച്ച് പഠിക്കും, പലതരത്തിലുള്ള ദേവതാ സ്വരൂപങ്ങളെക്കുറിച്ച് പഠിക്കും. ശക്തി, ആ വിശേഷങ്ങൾ, ഇതെല്ലാം പഠിക്കുമ്പോൾ ഏതിലാണ് കൂടുതൽ, ഏതിലാണ് കുറവ് എന്നുള്ളൊരു ബുദ്ധി അവിടെ നമ്മൾ പ്രയോഗിക്കും. അപ്പോൾ ദൈവത്തിൽ നിന്നും നമ്മൾ അകലം പാലിക്കും, അല്ലെങ്കിൽ അകന്നു പോകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുന്നു. കൃഷ്ണനെ കണ്ട മാത്രയിൽ തന്നെ കൃഷ്ണനാണെൻ്റെ ഭഗവാനെന്നുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാകുന്നു. എങ്കിൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ പല ഉഗ്രദേവതമാരും നമ്മളുടെ കൺമുന്നിലേക്ക് പ്രത്യക്ഷമാകുന്നു. പല ദേവതമാരെക്കുറിച്ചും പഠിക്കുമ്പോൾ അവരുടെ ശക്തിയിൽ മതിമറന്നുകൊണ്ട് ആ ശക്തരായ ദൈവത്തെ ആരാധിച്ചാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രാപ്തമാകുമെന്നുള്ള മൂഢചിന്ത കൊണ്ട് മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്ത കൃഷ്ണനെ നമ്മൾ മാറ്റി ബുദ്ധി കൊണ്ട് തിരഞ്ഞെടുത്ത ദൈവത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ നമ്മൾ ദൈവത്തെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭക്തിയല്ല. നമ്മളൊരു ദൈവത്തെ തിരഞ്ഞെടുത്തത് നമ്മളുടെ മനസ്സുകൊണ്ടല്ലെങ്കിൽ അതൊരിക്കലും ഭക്തിയല്ല. അപ്പോൾ അറിവുള്ളവരെക്കാൾ കൂടുതൽ നിഷ്കളങ്കമായ മനസ്സുള്ളവരുടെ ഭക്തിക്കാണ് ഭഗവാൻ വില നൽകുന്നത്. അല്ലെങ്കിൽ നിഷ്കളങ്കമായ മനസ്സുള്ളവരാണ് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അതിനുള്ള യഥാർത്ഥ ഉദാഹരണം എന്ന് പറയുന്നത് മീരാഭായിയാണ്. അതായത് കൃഷ്ണനെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ട് കൂടിയും, കൃഷ്ണനെക്കുറിച്ച് കൂടുതലൊന്നും കേട്ടിട്ടില്ലാഞ്ഞിട്ട് കൂടിയും, കൃഷ്ണൻ്റെ സ്വരൂപത്തെ കണ്ടപ്പോൾ തന്നെ മതി മറന്നു നിന്നുപോയി മീരാഭായി. ഒരു സാധു സന്ത്, അതായത് ഒരു ഗുരു, ഒരു ആത്മീയ അന്വേഷിയായിട്ടുള്ള ഒരു സന്യാസി തൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം കൃഷ്ണനെ പൂജിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പൂജിച്ചിരുന്ന ആ കൃഷ്ണ വിഗ്രഹത്തോട് അഭേദ്യമായിട്ടുള്ള സ്നേഹവും ഭക്തിയും മീരാബായിക്ക് തോന്നി. അങ്ങനെ ആ ഭക്തി മൂലം ആ സാധു വീട്ടിൽ നിന്ന് പോകുന്ന ആ സമയമായപ്പോൾ ആ സാധുവിനോട് ചോദിക്കുകയാണ്, ആ കൃഷ്ണ വിഗ്രഹം എനിക്ക് നൽകണം, എനിക്ക് ആ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കൃഷ്ണ വിഗ്രഹം മീരാഭായിക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാരാത്ത് പോകുന്നത് കാണുന്നു. അതായത് ഒരു വിവാഹ ആഘോഷം മീരാഭായിയുടെ മുന്നിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ മീരാഭായി ഇത് കണ്ടു നിന്നുകൊണ്ട് അമ്മയോട് ചോദിക്കുന്നു, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണ്? അതായത് വിവാഹം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ ജിജ്ഞാസ മൂലം ചോദിക്കുകയാണ്, എന്നെ വിവാഹം ആരായിരിക്കും കഴിക്കുന്നത് അമ്മേ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, ഇതേ നിൻ്റെ കൃഷ്ണനാണ് നിൻ്റെ വരൻ എന്ന് പറയുന്നു. ആ അമ്മ പറഞ്ഞ, ആ കളിയായി പറഞ്ഞ ആ തമാശയിൽ തന്നെ ജീവിതം തന്നെ ലയിപ്പിച്ച ആളാണ് മീരാഭായി. നിഷ്കളങ്കയായിരുന്നു, നിഷ്കളങ്ക ഭക്ത. അല്ലെങ്കിൽ ഇത്രയും നിഷ്കളങ്കമായ കാര്യത്തിന് ജീവിതം തന്നെ മാറ്റിവെക്കുവോ?
ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണൻ തൻ്റെ ഭർത്താവായി കൃഷ്ണനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കൃഷ്ണനെ മാത്രം ഓർത്തുകൊണ്ട് ആ പ്രേമത്തിൽ, ആ ഭക്തിയിൽ മുഴുകിയിരുന്ന മീരാബായി സാലോക്യമല്ല, സാമീപ്യമല്ല, സാരൂപമല്ല, സായുജ്യം ഭഗവാൻ കൊടുത്തു. അതായത് ഭഗവാനിൽ ലയിപ്പിച്ചു. എന്തറിയാമായിരുന്നു മീരാബായിക്ക്? മീരാബായിക്ക് ഭക്തി എന്നുള്ളതിനപ്പുറം ഒന്നും അറിയില്ലായിരുന്നു. കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം പോലും തിരിഞ്ഞ് തൻ്റെ നേരെ വരുത്തിയ കനകദാസൻ എന്തായിരുന്നു അറിയാവുന്നത്? അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ അറിവിൻ്റെ നിറകുടമാണ്. എല്ലാ തരത്തിലുള്ള അറിവിൻ്റെ നിറകുടം. അതായത് ടോട്ടാപുരി മഹാരാജ് എന്നു പേരുള്ള ഒരു വലിയ സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തത്വചിന്തയിൽ ബ്രഹ്മം സത്യം ജഗത് മിഥ്യ, അതുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ദേവിയായിട്ടുള്ള ശക്തി എന്ന് പറയുന്നതില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യം. ഇവിടെ ഒരു വ്യക്തി, ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നുള്ള വ്യക്തി ദേവിയെ അഭേദ്യമായി ഭക്തിയോടുകൂടി, ഭക്തി ആദരവോടുകൂടി ആരാധിക്കുന്നു. അപ്പോൾ അയാളുടെ മുന്നിൽ ചെന്ന് ആ യോഗിയെ പറഞ്ഞ് മനസ്സിലാക്കണം, ദേവി ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ടോട്ടാപുരി മഹാരാജ് എന്ത് ചെയ്യുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ക്ഷേത്രത്തിലേക്ക്, അതായത് ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരെ ബോധിപ്പിക്കണം, നിന്റെ ദേവി ഇല്ല, അതൊരു സത്യമല്ല. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? ആ നിഷ്കളങ്കമായി നിലകൊണ്ടിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആ ഭക്തിക്ക് മുന്നിൽ അറിവ് പോലും മുട്ടുമടക്കി, ആ വേദാന്തി പോലും മുട്ടുമടക്കി. ദേവിയെ എല്ലായിടത്തും കണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരോട് അവസാനം ടോട്ടാപുരി ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിന്റെ ദേവിയുടെ കുറച്ച് കീർത്തനങ്ങൾ എന്നെയും കൂടെ പഠിപ്പിക്കുമോ എന്ന്. ദേവി ഇല്ല എന്ന്, കാളി ഇല്ല എന്ന് തെളിയിക്കാൻ പോയ ടോട്ടാപുരിക്ക് സംഭവിച്ചത് എന്താണ്? കാളി ഭക്തനായി മാറി. കാരണം എന്താ? ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ പറയുന്ന അറിവ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്നിട്ട് കൂടിയും തൻ്റെ അറിവിനെ ഒരു അലങ്കാരമായി സ്വീകരിക്കാതെ, അതിനെ അഹങ്കാരമാക്കാതെ, ആ അഹങ്കാരത്തോടുകൂടി ദേവിയെ വീക്ഷിക്കാതെ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി വീക്ഷിച്ചു. അതായത് അറിവുണ്ട്, ഈ ബ്രഹ്മം അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചം നിഷ്കലം, സകലം, പരം, അപരം, അല്ലെങ്കിൽ നിർഗുണ, നിരാകാരം, സഗുണ, സാകാരം, എല്ലാത്തിനെക്കുറിച്ചും ബോധ്യമുള്ള ആളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ ആ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം സത്യമാണ്, ടോട്ടാപുരി ചെന്നു പലതരത്തിലുള്ള യോഗാമുറകൾ പഠിപ്പിച്ച് ദേവി എന്ന് പറയുന്ന മായയിൽ നിന്ന്, ആ രൂപത്തിലുള്ള ദേവിയിൽ നിന്ന് നീ വെട്ടി നിൽക്കൂ അല്ലെങ്കിൽ വിട്ടു നിൽക്കൂ, അപ്പോൾ നിനക്ക് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്രകാരം ദേവിയും കടന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് 3 ദിവസം ധ്യാനത്തിലിരുന്നു. അത് സത്യമാണ്. പക്ഷേ ആ ധ്യാനത്തിലിരുന്നതിന് ശേഷവും ശ്രീരാമകൃഷ്ണ പരമഹംസർ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടും തിരിച്ചു വന്ന് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മേ എന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മേ കാളി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദേവിയെ കീർത്തനങ്ങൾ ചൊല്ലി ആരാധിച്ചു. അതിനർത്ഥം എന്താണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് എല്ലാ അറിവുമുണ്ട്, നേരത്തെ മുതലേ ഉണ്ട്. മഹാ അവതാരമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. എങ്കിലും നമ്മൾ മനുഷ്യരെ ബോധ്യപ്പെടുത്താനായി, നിങ്ങൾക്ക് എന്തറിവുണ്ടെങ്കിലും മക്കളെ, നിങ്ങൾക്ക് നിഷ്കളങ്കമായ ഭക്തി അമ്മയോട് വേണം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പൂജ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അത്ഭുതമാണ്. സാധാരണ രീതിയിലുള്ള പൂജയൊന്നുമല്ല. അദ്ദേഹത്തിന് തോന്നിയ രീതിയിലാണ് പൂജ ചെയ്യുന്നത്. തോന്നിയ പേരിട്ട് ദേവിയെ വിളിക്കും. അമ്മ ഇങ്ങ് വാ എന്ന് പറയും. അമ്മ എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം മേടിക്കാൻ പറയും. പലതരത്തിൽ കീർത്തനങ്ങൾ പാടും. ചില സമയത്ത് കീർത്തനങ്ങൾ പാടി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ മതി മറന്ന് ദേവിയിൽ ലയിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് വായിലിടും, മധുരമുള്ളത്. ഈ ലോകവുമായിട്ടൊരു ബന്ധം വേണ്ടേ? അപ്പോൾ അത്രത്തോളം ദേവിയിൽ ലയിച്ചു പോകുന്ന ആളായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. സാധാരണ ഒരു വ്യക്തിയല്ല. ദേവിയിൽ മതിമറക്കാൻ കാരണം എന്താണ്? ഒരു തരത്തിലുള്ള നിഷ്ഠയില്ല. ഒരമ്മയും മകനുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും നിഷ്ഠയുണ്ടോ? കാളീദേവി എൻ്റെ അമ്മയാണ്, അത്രേ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് അറിയുള്ളൂ. കാളി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തരത്തിലുള്ള നിയമവും ബാധകമല്ല. ഒരു തരത്തിലുള്ള നിയമം അതിന് എൻ്റെയും അമ്മയുടെയും ഇടയ്ക്ക് ഒരു തരത്തിലുള്ള നിയമവും ഇല്ല. ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കും. ഞാൻ ഇഷ്ടമുള്ളപ്പോൾ അമ്മയ്ക്ക് ആരതി ഒഴിയും. ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ കീർത്തനങ്ങൾ പാടും. ഞാൻ ഇഷ്ടമുള്ള ആ തലത്തിൽ നിന്ന് ഒരു മഹാഭക്തൻ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ കാളീദേവിയെ പലരും പേടിച്ചാണ് ആരാധിക്കുന്നത്. ഇങ്ങനെ ആരാധിക്കണോ, ഈ മാർഗ്ഗത്തിൽ ആരാധിക്കണോ, ആ രീതിയിൽ ആരാധിക്കണോ? ശ്രീരാമകൃഷ്ണ പരമഹംസർ എങ്ങനെയൊക്കെ ആരാധിക്കും അങ്ങനെയൊക്കെ ആരാധിച്ചു. അവിടെ ഭക്തൻ്റെ നിഷ്കളങ്കമായ മനസ്സാണ് അമ്മ നോക്കിയത്, നിഷ്ഠ നോക്കിയില്ല അമ്മ. ഇതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തുന്നതിന് മുൻപ് സ്വാമി വിവേകാനന്ദനും പലതരത്തിലുള്ള ഈ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മസമാജത്തിൽ ചേർന്ന് ഇതുപോലെ തന്നെ ജഗത് മിഥ്യ, ബ്രഹ്മം സത്യം എന്നുള്ള തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ്.
ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തെത്തിയതിനു ശേഷമാണ് ദേവിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുന്നത്. തൻ്റെ ബുദ്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് ദേവിയെ വീക്ഷിച്ചപ്പോൾ, ദേവിയുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കിയപ്പോൾ ദേവിയോട് അഭേദ്യമായിട്ടുള്ള സ്നേഹം തോന്നി. തൻ്റെ ജീവിത പ്രശ്നങ്ങളെല്ലാം ദേവിയോട് പറയുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സ്വാമി വിവേകാനന്ദന് ഒരു തരത്തിലുള്ള തൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. അതായത് ദുഃഖങ്ങൾ കൊണ്ട് ഉഴണ്ടുകൊണ്ടിരുന്ന സ്വാമി വിവേകാനന്ദനെ വിളിച്ച് ഗുരുവായിട്ടുള്ള രാമകൃഷ്ണ പരമഹംസർ പറയുന്നു, ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറയുന്നു, നീ ദേവിയുടെ അടുത്ത് ചെല്ലും, നിന്റെ സങ്കടം പറയും, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. അപ്പോൾ തൻ്റെ സങ്കടം പറയാനായിട്ട് നരേന്ദ്രൻ, അതായത് സ്വാമി വിവേകാനന്ദൻ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സങ്കടം പറയാൻ നോക്കുമ്പോഴെല്ലാം, അമ്മേ എനിക്ക് ഭക്തി തരണേ, അമ്മേ എനിക്ക് ജ്ഞാനം തരണേ, അമ്മേ എനിക്ക് നിന്നിലേക്ക് എന്നെ അടുപ്പിക്കണേ, നിന്നിലേക്കുള്ള ഭക്തി തരണേ എന്ന് പറയുന്നു. ഒരു തവണ പോകുന്നു, 2 തവണ പോകുന്നു, 3 തവണ പോകുന്നു, മനസ്സിലുള്ള കാര്യം പറയാൻ പറ്റുന്നില്ല. ദേവിയെ നേരിട്ട് കാണുകയാണ്, വിഗ്രഹമല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ദേവി തൻ്റെ ശിഷ്യന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്, ദാ മോനെ ഞാൻ നേരിട്ട് നിൽക്കുന്നു. പക്ഷേ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അതുപോലെ നിഷ്കളങ്കമായി മാറി സ്വാമി വിവേകാനന്ദൻ്റെ മനസ്സ്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്, ശക്തി ഇല്ലെങ്കിൽ ഈ ഭൂലോകത്തിൽ നമ്മൾക്കൊന്നുമായി തീരാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ തന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് കാളിയാണെന്ന്. അത് തന്നിലേക്ക് കിട്ടിയത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവാണ്. നമ്മളൊന്നും ചിന്തിക്കുന്ന തലത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത്. ആ മഹാഗുരു നിൽക്കുന്ന ആ തലം എന്ന് പറയുന്നത് ഏത് തലമാണ്? കാളീദേവിയിൽ വിലീനമാണ്. അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, മായ മാറിയെങ്കിലേ അതിനപ്പുറം നിൽക്കുന്ന ആ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. സീത മാറിയെങ്കിലേ രാമനെ കാണാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്മണനും രാമനും ഇടയിൽ സീതയാണ്. ഇവിടെ ലക്ഷ്മണൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ മനുഷ്യരാണ്. ദേവി ആരാണ്? സീത ആരാണ്? മായ, പ്രപഞ്ചം, ദേവി. നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലമാണ് രാമൻ. അപ്പോൾ എപ്പോഴൊക്കെയാണോ ദേവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, അപ്പോഴാണ് രാമനെ കാണാൻ പറ്റുന്നത്. 3 പേര് ഒരു പാലത്തിലൂടെ നടക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നു, അമ്മയെ ഒന്ന് മാറാമോ? അമ്മയൊന്ന് മാറുമ്പോൾ രാമനെ കാണാൻ സാധിക്കും. അതുപോലെയാണ്, മായ മാറിയെങ്കിൽ മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ മായയിൽ വിലീനമായി, ആ ദേവിയുടെ തത്വത്തിൽ വിലീനമായിരുന്നത് കൊണ്ട് ആ ദേവിയുടെ ഭക്തന് വേണ്ടി അതിനുമപ്പുറമുള്ള തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ടോട്ടാപുരിയെ എത്തിച്ചതാണ്. അതുപോലെ നിഷ്കളങ്കമായി നമ്മൾ ആരാധിച്ചാൽ, നിഷ്കളങ്കമായി നമ്മൾ അമ്മയെ നോക്കിക്കണ്ടാൽ, നിഷ്കളങ്കമായി നമ്മൾ കൃഷ്ണനെ നോക്കിക്കണ്ടാൽ, നിഷ്കളങ്കമായി നമ്മൾ ശിവനെ നോക്കിക്കണ്ടാൽ, അക്കാ മഹാദേവി എന്താണ് സംഭവിച്ചത്? അരുണഗിരിനാഥർ. നമ്മളിവിടെ അരുണഗിരിനാഥരുടെ ജീവിതം കൂടെ ഒന്ന് പരിശോധിക്കണം. അരുണഗിരിനാഥർ എന്ന് പറയുന്നത് മുരുക ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, ഏറ്റവും വലിയ ഭക്തൻ. അരുണഗിരിനാഥരുടെ ജീവിതം നമ്മൾക്കറിയാം. പലതരത്തിലുള്ള സ്ത്രീകളുടെ പിറകെയും പോയി വളരെ നീചമായിട്ടുള്ള ജീവിതമായിരുന്നു. അപ്പോൾ സ്വന്തം സഹോദരി ചോദിക്കുകയാണ്, എന്ത് നീചനാണ് നീ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അതിൽ മനം നൊന്ത് സ്വന്തം സഹോദരി എന്നെ നോക്കി ഇത് ചോദിച്ചില്ലേ, എൻ്റെ എത്ര ഹീനമായ പ്രവൃത്തിയാണ്, എനിക്കിനി ജീവിതം വേണ്ട എന്ന് കരുതി എല്ലാ തരത്തിലുള്ള അഹന്തകളെയും ഉപേക്ഷിച്ചുകൊണ്ട്, ആ അഹങ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതം എടുക്കാൻ പോയതാണ്. അഹങ്കാരമില്ലാതായ ആ അരുണഗിരിയാർക്ക് മുന്നിൽ കുമാരനായി മുരുകൻ പ്രത്യക്ഷപ്പെട്ടു. വേലുകൊണ്ട് സൊല്ലറേ സുമ്മാ ഇരുന്ന് പറഞ്ഞു. സൊല്ലറേ സുമ്മാ ഇരുന്ന് പറഞ്ഞ പോലെ മിണ്ടാതിരുന്നു. അഹന്ത വെടിഞ്ഞു. നാവിൽ പ്രണവം രചിച്ചു കൊടുത്തു. അതിനുശേഷം മുത്തൈ തരുപത്തി തിരുനകை എന്ന് പറഞ്ഞ് തിരുപ്പുകഴെന്ന മഹാപ്രസ്ഥാനം തന്നെ മുരുക ഭഗവാന്റെ ഭക്തരുടെ ഏറ്റവും കൺകണ്ട പുണ്യമായിട്ടുള്ള തിരുപ്പുകൾ രചിച്ചു. അങ്ങനെ ആ തിരുപ്പുകളിലൂടെ മുരുക ഭക്തരെ എല്ലാം ഉദ്ധരിപ്പിച്ച ആ അരുണഗിരിനാഥർ, അറിവിൻ്റെ നിറകുടമായി നിലകൊള്ളുന്ന അരുണഗിരിനാഥർക്ക് ഇത്രയും അറിവ് എങ്ങനെയാണ് ലഭിച്ചത്? നിഷ്കളങ്കമായ സുബ്രഹ്മണ്യ ഭക്തിയിലൂടെയാണ്. കാളിദാസനെ വെല്ലുന്നൊരു കവി, ആ കാളിദാസൻ ആ പദം എങ്ങനെയാണ് കിട്ടിയത്? ജീവിതം മടുത്ത് എവിടെ പോകുമെന്നറിയില്ലാതെ, കാളീദേവിയുടെ ക്ഷേത്രമാണെന്ന് പോലും ഒരു ബോധ്യമില്ലാതെ കാളിദാസൻ കാളീദേവിയുടെ ക്ഷേത്രത്തിൽ എത്തിയതാണ്. ഇവിടെ വേലുകൊണ്ടാണ് പ്രണവം രചിച്ചു കൊടുത്തതെങ്കിൽ അവിടെ ശൂലം കൊണ്ട് പ്രണവം രചിച്ചു കൊടുത്തു. അഹന്തയില്ലാത്ത ആ ഭക്തന് വേണ്ടി ഭഗവാനും ഭഗവതിയും എന്തും ചെയ്യാൻ തയ്യാറാണ്. അഹന്തയില്ലാതാകണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മത്സരം പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ദേവനായിരിക്കണം വലുത്. അതുകൊണ്ടാണ് ഓരോ പുരാണങ്ങളിൽ ഓരോ ദേവന്മാരെ ഉയർത്തിക്കാട്ടുന്നത്. ബാക്കിയുള്ള ദേവന്മാരെ എല്ലാം സഹനടന്മാരാക്കി ഒരു ദേവനെ നായകനാക്കി കാട്ടുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ അതൊരു രീതിയാണ്. നമ്മൾ ശിവഭക്തനാണെങ്കിൽ ശിവപുരാണം വായിക്കും. ശിവപുരാണം വായിക്കുന്നവൻ ശിവഭക്തനായിരിക്കും. അവന് വേണ്ടിയാണ് ശിവപുരാണം. ഇതേ കഥകൾ വിഷ്ണു പുരാണത്തിൽ വരുമ്പോൾ വിഷ്ണുവാണ് അവിടുത്തെ
നായകൻ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഭാവം വരാനാണ്. ഈ ഭാവം വരുന്നത് എങ്ങനെയാണ്? വിഷ്ണു ഭക്തന് വിഷ്ണുവാണ് സർവവും, കൃഷ്ണഭക്തന് കൃഷ്ണനാണ് സർവവും, ശിവഭക്തന് ശിവനാണ് സർവവും, ദേവി ഭക്തന് ദേവിയാണ് സർവവും. അപ്പോൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ കാര്യം നോക്കിയാൽ മതി. നമ്മൾക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ? നമ്മൾ ശിവഭക്തനാണെങ്കിൽ ആ കാര്യം മാത്രം നോക്കി നിൽക്കാതെ, ശിവനിലേക്ക് എങ്ങനെ ലയിക്കാമെന്ന് നോക്കാതെ, അപ്പുറത്തുള്ള കൃഷ്ണഭക്തനെ ഇകഴ്ത്തി കാട്ടിക്കൊണ്ട് അവൻ്റെ മനോധൈര്യം ഇല്ലാതാക്കുന്നു. എൻ്റെ ശിവനാണ് വലുത്, ശിവൻ കൃഷ്ണനെ തോൽപ്പിച്ച് ഏതെങ്കിലും ഒരു പുരാണ കഥയും കൊണ്ടുവരും. അങ്ങനെ നേരെ തിരിച്ചും സംഭവിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എല്ലാം യുദ്ധം ചെയ്തുകൊണ്ട് നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യം മറന്നു പോവുകയാണ്. കൃഷ്ണഭക്തനാണെങ്കിൽ കൃഷ്ണനിൽ മുഴുകി ജീവിക്കുക, ശിവഭക്തനെ തിരുത്താൻ പോകാതിരിക്കുക. ശിവഭക്തനാണെങ്കിൽ ശിവനിൽ മുഴുകി ജീവിക്കുക, കൃഷ്ണഭക്തനെ തിരുത്താൻ പോകാതിരിക്കുക. ദേവി ഭക്തനാണെങ്കിലും അങ്ങനെ, മുരുകഭക്തനാരെങ്കിലും അങ്ങനെ. അപ്പം ഏതൊക്കെയാണെങ്കിലും നമ്മളെല്ലാവരും കാണുന്ന, നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഈ ഭഗവാന്മാരെല്ലാം ബ്രഹ്മസ്വരൂപികൾ തന്നെയാണ്. ഈ എല്ലാ മാർഗത്തിലൂടെയും ഏത് ദേവനെ ആരാധിച്ചാലും നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന സമുദ്രം ഒന്ന് തന്നെയാണ്. ഏത് ദേവനാണോ നമ്മളുടെ മനസ്സിന് ഇണങ്ങിയത്, ആ ദേവനിൽ നിഷ്ഠയോടെ ഭക്തിയോടെ നിലകൊള്ളുമ്പോൾ ആ ദേവനിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന അതേ കാര്യമാണ് മറ്റ് ദേവനിലൂടെ, ഭഗവാനിലൂടെ മറ്റേ ആൾക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് അയാളും നമ്മളും എല്ലാം ആത്മസഹോദരങ്ങളാണ് എന്നുള്ള തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാത്തിനെയും അംഗീകരിക്കാൻ പഠിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ ഭക്തി മാർഗത്തിൽ മുന്നോട്ട് പോകും തോറും അഹന്ത ഇല്ലാതാകുകയും അറിവ് കൂടുകയും ചെയ്യും. അറിവിൻ്റെ പേരിൽ അഹങ്കരിക്കാതിരിക്കുക. എൻ്റെ ദേവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മറ്റേ ദേവനെ ഇകഴ്ത്തി കാണിക്കാമെന്നുള്ള ചിന്ത പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തുല്യരാണെന്നുള്ള മനോഭാവം ഉണ്ടാകണം. ദൈവത്തിന് മുന്നിൽ നമ്മളെല്ലാം തുല്യരാണ്. ആരും മുകളിലുമല്ല, മറ്റാരും താഴെയുമല്ല. അതിൽ ജാതി, മതം, വർഗം, വർണ്ണം, പണം ഇതൊന്നും ബാധകമല്ല. എല്ലാം തുല്യമാണെന്നുള്ള ബോധത്തോടു കൂടി, എന്തിനേയും അഹങ്കാരത്തോടെ അല്ലാതെ ഒരു ബോധത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ജ്ഞാനമുണ്ടാകും, യഥാർത്ഥ ജ്ഞാനം. ആ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന അറിവിൽ അഹങ്കരിക്കാതെ കൂടുതൽ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, നമ്മളൊന്നുമല്ല എന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുക. അറിവ് കൂടി എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അറിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാളും ദൈവത്തിന് പ്രിയപ്പെട്ടവനാകില്ല. എത്ര അറിവ് കുറഞ്ഞവരാണെങ്കിലും നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ ദൈവം സ്വന്തം മടിയിലേറ്റി വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അഹന്തയില്ലാതാകുക. അഹന്തയില്ലാതെ കിട്ടുന്ന അറിവിനാണ് യഥാർത്ഥ വില. അഹന്തയില്ലാതാകുക. അറിവ് നേടുന്നത് തന്നെ അഹന്തയില്ലാതാക്കാനാണ്. അറിവ് നേടണം. ഏതൊരു മനുഷ്യനും ആത്മീയമായ അറിവ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ആ ആത്മീയമായ അറിവ് നമ്മൾ നേടേണ്ടത് അഹന്ത ഉണ്ടാക്കി തീർക്കാനല്ല, അതിനു പകരം ജ്ഞാനമുണ്ടാകാനാണ്. അഹോബിലം അഹോബിലം.